മാമനും മോനും ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയ മാമനും മോനും എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ എല്ലാവരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ശരത് എന്നാണ് ഇവന്റെ യഥാർത്ഥ പേര്. മനസ്സിലായി. തന്റെ പെങ്ങളുടെ മോന്റെ കൂടെയുള്ള റീലുകളാണ് ശരത് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് മാമനും മോനും എന്ന പേരിലേക്ക് വരെത്തിയിരുന്നു. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ശരത്തിനെതിരെ അഥവാ മാമനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു പയ്യൻ രംഗത്ത് വന്നിരിക്കുകയാണ്. എറണാകുളം ഒരു റൂമിൽ വെച്ച് മദ്യം നൽകി മയക്കിയതിനു ശേഷം ശരത്തും അവന്റെ കൂട്ടുകാരനും ചേർന്ന് ബലമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പയ്യൻ പറയുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പറഞ്ഞു, എടാ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിൽ റൂം എടുക്കാറുണ്ട്. ഈ റൂം ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ലൈക്ക് ഈ രണ്ട് പയ്യന്മാർ ഇവനും ഇവന്റെ ഒരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് റൂം എടുത്തു. സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് റൂമെടുത്ത് എനിക്ക് ഒത്തിരി നാളായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഒരുമിച്ച് റൂം എടുത്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചായിട്ട് കിടക്കാൻ ടൈമായപ്പോൾ പുള്ളി അദ്ദേഹത്തെല്ലാം കയറി പിടിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ പിടിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ കേട്ട വോയിസ് വിക്ടിമായ പയ്യന്റേതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ആൺകുട്ടിക്ക് ഇതുപോലെ ഒരു അനുഭവം ഈ വീഡിയോയിൽ പറയുന്ന വ്യക്തിയുടെയും സുഹൃത്തിന്റെയും കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ആൺകുട്ടിയും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അത് എന്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഞാൻ അത് സ്റ്റോറിയുടെ ആളുകളിലേക്ക് എത്തിച്ചപ്പോൾ അവർ രണ്ടുപേരും ആ ആൺകുട്ടിയെ വിളിച്ച് മാപ്പ് പറയുകയും തെറ്റ് സമ്മതിക്കുകയും ചെയ്തതായിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരു കുട്ടിക്ക് അധികം മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരികയാണ്. ബട്ട് നൗ ഇറ്റ്സ് ഹാപ്പനിങ് അഗൈൻ. ഇറ്റ്സ് ടൈം ദ ട്രൂത്ത് ഈസ് എക്സ്പോസ്ഡ്. സ്ഥിരാണല്ലേ ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഈ പെൺകുട്ടിയോട് മാത്രം 2 പേരാണ് മാമൻ ശരത്തിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ പുറത്തറിയാത്ത എത്ര സംഭവങ്ങൾ വേറെ നടന്നിട്ടുണ്ടാകും. അത് ശരിയാ. കുണ്ടനെന്നും പറഞ്ഞ് ചിരിച്ചു തള്ളാൻ കഴിയുന്ന ഒരു സംഭവമല്ല ഇത് റേപ്പാണ്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ഒരു ആൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത്. യാതൊരു മാറ്റവുമില്ല. രണ്ടും ഒരേ സീരിയസ്നെസ്സിൽ തന്നെ കാണണം. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഒരു പയ്യനെ കയറി ബലാത്സംഗം ചെയ്തിട്ട് പറ്റിപ്പോയി, ഞങ്ങൾ വേണമെങ്കിൽ സോറി പറയാമെന്ന് പോലും. എന്നിട്ട് അത് സോറി പറഞ്ഞു ഒതുക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണ് ഇവൻ. മറ്റൊരു പയ്യനും കൂടി പീഡിപ്പിച്ചു. എന്താ അവനൊക്കെ ചെയ്യേണ്ടത്? ശരിക്കുണ്ടല്ലേ ഇവന്റെയൊക്കെ സുരജ് എത്തിക്കളയണം. അതാണ് വേണ്ടത്. 100% ഞാൻ യോജിക്കുന്നു. ഇതെന്താ തമാശ ആണെന്ന് കരുതിയോ? ഇവനൊക്കെ പീഡിപ്പിച്ചത് ആൺകുട്ടി ആയതുകൊണ്ട് ഇതൊന്നും വലിയ സീനില്ലെന്ന് കരുതിയോ? ആ പയ്യൻ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയതെന്ന് അറിയോ? അവനുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. ആ ടൈമിൽ ഇവർ രണ്ടും കൂടെ എന്റെ ബോഡി മുഴുവൻ എനിക്ക് ഒന്ന് സൗണ്ട് ഉണ്ടാക്കാൻ പോലും പറ്റിയില്ല ബ്രോ. ഇവർ എന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെച്ചേക്കുമായിരുന്നു. അന്ന് എന്നെ കൊണ്ട് കളയുവോ എന്ന് പേടിച്ച് അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അവിടുന്ന് വീട്ടിലോട്ട് പോകും. ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തൊരു വർത്താനം പറയാത്ത നാവായത്. എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ ചൊറിച്ചിൽ മാറത്തില്ല. എടാ കള്ള പൊലയാടി മോനെ. എന്തൊരു കഴുപ്പാണ് ഇവനെ കണ്ട വല്ല മുരുക്ക് മരത്തിലും കയറ്റണം. അതാണ് വേണ്ടത്. സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരാളെയും വെറുതെ വിടരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.